അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 കാണാനുള്ള തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിച്ചു. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ഇന്നലെ രാത്രി 11 മണിയുടെ പ്രീമിയർ ഷോയ്ക്കെത്തിയ അല്ലു അർജുനെ കാണാനുള്ള തിരക്കിൽപ്പെട്ടാണ് സ്ത്രീ മരിച്ചത്. ഒരു കുട്ടിയടക്കം 2 പേർ തിരക്കിൽ ബോധം കെട്ട് വീണു. തിയേറ്ററിൽ തടിച്ചുകൂടിയ ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിയും വീശി. നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇത്തരത്തിൽ ഒരു ഷോ കാണാൻ വേണ്ടി ആളുകൾ വരുന്നു, ധാരാളം ആളുകൾ ഉണ്ടാകും. അല്ലു അർജുനെ കാണാൻ വലിയ തിരക്കായിരിക്കും ആളുകൾ കൂടിയിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? അപ്രതീക്ഷിതമായിട്ടാണ് ഇതിൻ്റെ പ്രീമിയർ ഷോയ്ക്ക് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലെ പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും സംവിധായകൻ സുകുമാറും എത്തുന്നത്. ഈ വിവരമറിഞ്ഞ നിരവധി ആളുകളാണ്, ആരാധകരാണ് അവിടേക്ക് ഓടിക്കൂടിയത്. സാധാരണ രീതിയിൽ തന്നെ ഇത്രയും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്നൊക്കെ രീതിയിൽ തന്നെ ആളുകൾ പ്രീമിയർ ഷോ കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ താരം കൂടി അവിടേക്ക് എത്തിയതോടെ ഈ വിവരം പറഞ്ഞ് നിരവധി പേർ അവിടേക്ക് തടിച്ചുകൂടി ഒഴുകിയെത്തി. ഏതായാലും ഇതിനിടയിലാണ് അവിടെ തിക്കും തിരക്കും ഉണ്ടായത്. ഇതിൽപ്പെട്ടാണ് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമാകുന്നത്. ഏതായാലും ഇന്നലെ രാത്രി 9:30 ഈ അപകടം ഉണ്ടാകുന്നത്. മരിച്ചത് ഹൈദരാബാദിലെ ദിൽകുഷ് നഗർ സ്വദേശി രേവതിയാണ് എന്നറിയിച്ചിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രേവതിയുടെ ഭർത്താവ് ഭാസ്കറിനും മക്കളായിട്ടുള്ള തേജിനും സാൻവിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കുടുംബമായാണ് ഈ സിനിമ പ്രീമിയർ ഷോ കാണുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയത്. ഈ തിക്കിനും തിരക്കിനും ഇടയിൽ രേവതി താഴെ വീഴുകയും ആരാധകരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് ലാത്തി വീശുകയും കൂടി ചെയ്തതോടെ സ്ഥിതിഗതികൾ ആകെ വഷളാവുകയാണ് ഉണ്ടായത്. ഈ മകൻ തേജ് ബോധം കെട്ട് വീഴുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ വന്നിരുന്നു. ആ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു തിക്കും തിരക്കും അവിടെ ഉണ്ടായി എന്നുള്ളത് ആ ദൃശ്യങ്ങൾ തന്നെ. താൻവി എന്ന് പറയുന്ന കുട്ടിക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഈ രേവതിയുടെ ഭർത്താവ് ഭാസ്കറിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പുഷ്പ 2വിൻ്റെ പ്രീമിയർ റിലീസുമായി ബന്ധപ്പെട്ട് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ വലിയ ജനത്തിരക്കാണ്, വലിയ ആരാധകരുടെ ഒഴുക്കാണ് ഓരോ തിയേറ്ററിന് മുന്നിലും ഉള്ളത്. കർണാടകയുടെ ഒരു കാര്യം എടുത്താൽ, കർണാടകയിൽ നേരത്തെ 3 മണിക്കൊക്കെ ഷോ വെച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ നിയമം അനുസരിച്ച് രാവിലെ 6:30 ശേഷം മാത്രമേ ഷോകൾ നടത്താവൂ എന്നുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു സർക്കുലർ ഇന്നലെ DGP ഇന്നലെ രാത്രി തന്നെ ഇതിൻ്റെ ഷോ, അതായത് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇതിൻ്റെ ഷോ ആരംഭിച്ചിരുന്നു. നിലവിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദാരുണ സംഭവം കൂടി ഉണ്ടാകുന്നത്. ശരി, ശ്രീധരൻ, KB ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം, പലപ്പോഴും ഇത്തരം സിനിമ ആരാധകരും സിനിമയെ പ്രേമിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അതിലൊക്കെ നമ്മുടെ സേഫ്റ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം.